ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിന് ഒക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ലൈവ് ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൈവ് സ്ട്രീം അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ടർണിപ്പ് എന്ന് അടിക്കുക. അപ്പം എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യട്ടോ. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഞാൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വെരിഫൈ ചെയ്തതാണ്. അതിനോട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളെ ഇതുണ്ടാവും, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഇത് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതൊക്കെ ആക്കിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ സ്ട്രീം നൗ എന്താ അവിടെ വരുന്നത്, ആ സ്ട്രീം നൗ നിൽക്കുക. അപ്പോൾ സ്ട്രീം നൗ നിൽക്കിയാൽ സെറ്റപ്പ് സ്ട്രീം ഉണ്ടാവും. സെറ്റപ്പ് സ്ട്രീം നിൽക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് എന്താണെന്ന് വെച്ചാൽ നിൽക്കുക. അപ്പോൾ ഇത് ഗരീന ഫ്രീ ഫയർ ഉണ്ട്. പക്ഷേ ഗരീന ഫ്രീ ഫയർ നമ്മളിപ്പോൾ മാക്സ് അല്ല ഉള്ളത്, അധികം ആൾക്കാരായിട്ട് മാക്സ് ആയിരിക്കും ഉള്ളത്. ഇതിലിപ്പോൾ ഗരീന ഫ്രീ ഫയർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സ് ഇല്ല. ഇതാ ഗരീന ഫ്രീ ഫയർ മാക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കാണില്ലെങ്കിൽ മോർ നിൽക്കുക. നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണാൻ കഴിയൂട്ടോ. ഇതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതാ ഫ്രീ ഫയർ മാക്സ് എന്ന് കാണാം. ഇത് ജസ്റ്റ് നിൽക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഫ്രീ ഫയർ മാക്സിൻ്റെ അല്ല കേട്ടോ ലൈവ്, മൈൻക്രാഫ്റ്റാണ്. അപ്പം ഇനി ഇതാ ഗുഡ്, ഞാനിപ്പോൾ സോളോ ആണ് കളിക്കുന്നത്. നിങ്ങൾ ഏത് ഇതിലാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ ഗുഡാണ്. പിന്നെ ഇതാ നമ്മൾ ഇംഗ്ലീഷും മലയാളം, നമ്മൾ ഇത് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളം നിൽക്കുക. ഇതാ നെക്സ്റ്റ് സ്ട്രീം നിൽക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കാണിക്കും. സ്ട്രീം ടൈറ്റിൽ എനിക്കിപ്പോൾ മലയാളം മൈൻക്രാഫ്റ്റ് ഗുഡ് സ്ട്രീം ഇതാ അങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വേറെ കൂട്ടാം. ഇതാ ആഡ് തമ്പ്നെയിലുണ്ടാവും, അത് നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ആക്കുക. ഞാനിപ്പോൾ ലൈവ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഇതാ ഈ ഒരു ഇതാണ് തമ്പ്നെയിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ട് ഫുള്ള് എലോ ആക്കി കൊടുക്കുക. പിന്നെ അങ്ങനെ ചെയ്യട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം ഒരു സാധനം ചെയ്യേണ്ടി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടോ. ഇത് ഫുള്ള് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ ഫുള്ള് കഴിയും. സെറ്റിങ് പോവാം. പിന്നെ അതാ നെക്സ്റ്റ് സ്ട്രീം പ്രൈവസി, അതിൽ പോയിട്ട് ഇത് നിൽക്കുക. സ്ട്രീം നമുക്ക് എങ്ങനത്തെ സ്ട്രീമാണ് വേണ്ടി വെച്ചാൽ, നമ്മൾ ഷോർട്ട് സ്ട്രീം ആണെങ്കിൽ ഇത്, അല്ല നമ്മൾ മറ്റേ വീഡിയോ സ്ട്രീം ആണെങ്കിൽ ഇത് ഒക്കെ. ഇനി ഇതാ ഇതന്നെ ഇത്. പിന്നെ സ്ട്രീം ക്വാളിറ്റി ഇത് നിങ്ങളെ ഫോണിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ചാൽ മതി. നിങ്ങളെ ഇത് MBക്കൊക്കെ MPSൻ്റെ എൻ്റെ ഇപ്പോൾ 480p ആണിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏതിലാണ് നമ്മൾ സ്ട്രീം ഇടാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഞാൻ ഇപ്പോൾ യൂട്യൂബിലാണ്. യൂട്യൂബിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ വെരിഫൈ ചെയ്യണം കേട്ടോ. വെരിഫൈ ചെയ്യാൻ സുഖമാണ്. ഇവിടെ അതിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലുണ്ടാവും അക്കൗണ്ട് വെരിഫൈ നിൽക്കിയാൽ മതി. പിന്നെ ഇപ്പം നെക്സ്റ്റ് നടിക്കുക. അപ്പോൾ ഞാൻ സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യില്ല. പിന്നെ സ്റ്റാർട്ട് സ്ട്രീമിങ് നിൽക്കുക. അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. അത് ഞാൻ ഇപ്പോൾ ചെയ്യില്ല, അതിനെ കൊണ്ടാണ് കേട്ടോ. ഇത് നിൽക്കുക. നിങ്ങൾക്ക് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് നിങ്ങളിതാ കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഒന്നുകൂടി. ഇപ്പോൾ ഇതാ ടർണിപ്പിൽ ഞാൻ പോയിട്ട് ടർണിപ്പ് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഇതാണ് കണ്ടോ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ച് അത് നിൽക്കുക. അത് നിൽക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ കയറാൻ കഴിയും. അതിൽ പെർമിഷനിൽ പോയിട്ട് ഫുള്ള് എലോ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററി യൂസിങ്ങിൽ പോയിട്ട് കണ്ടോ ഇതില്ലേ എലോ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്നുള്ള അതൊന്ന് ഓണാക്കി കൊടുക്കുക. എലോ നിൽക്കുക. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് ഇടാം. 50 സബ്സ്ക്രൈബേഴ്സ് ആവണം നമ്മൾ യൂട്യൂബിൽ സ്ട്രീം ഇടാൻ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ.